എന്താ മോളെ സുഖല്ലേ? എനിക്ക് വിശ്വസിക്കാനും പറ്റുന്നില്ല. അങ്ങനെ പോണ്. എന്താ ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? ചൈന അതിർത്തിയിൽ നല്ല യുദ്ധം നടക്കുക. നമ്മുടെ പട്ടാളക്കാരെല്ലാം അവിടെ നിന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ എനിക്ക് ഇങ്ങോട്ട് വരാതെ പറ്റില്ലല്ലോ. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് പോകുന്നത് എന്തിനാ ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്? ഇപ്പൊ വന്നിട്ട് പോയതല്ലേ ഉള്ളു. നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? അയ്യോ, നിങ്ങൾ മറന്നില്ല. അപ്പൊ യുദ്ധം ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. നാളെ എൻ്റെ രത്നത്തിന്റെ ബർത്ത്ഡേ അല്ലേ. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ഒരു ഓട്ടം വെച്ചു കൊടുക്കും. അയ്യോ, അപ്പൊ അങ്ങനെ ഇങ്ങോട്ട് ഓടി വരാൻ ഒക്കുവോ? പിന്നെന്താ, അതൊക്കെ പറ്റും. അപ്പൊ ഇനി തിരിച്ചെന്നാ എടുക്കുവോ? പിന്നെ എടുക്കില്ലേ, എന്നെ എപ്പോഴും എടുക്കും. അതാ കേട്ടോ, ആ ബോബ് പൊട്ടുന്ന ശബ്ദമാണത്. എനിക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു പോകണം. അയ്യോ, അല്ല അത് പറ്റത്തില്ല. നാളെ പോയാ മതി. വേണ്ട, എന്റെ കുഞ്ഞുങ്ങളോട് സംസാരിച്ചിട്ട് പോയാ മതി. കുടിക്കല്ലേ, ഇപ്പൊ പോണം കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. അയ്യോ ഇതെവിടെ, ഞാൻ പോകട്ടെ? അയ്യോ വേണ്ട, നാളെ പോയാ മതി. പറ്റൂല, മക്കളോടൊന്ന് സംസാരിച്ചിട്ട് പോവാ. പറ്റൂല, ഇപ്പൊ പോണ്ടേ. സന്തോഷായിട്ട് കേട്ടാ. എൻ്റെ അച്ചായൻ്റെ ട്രാൻസ്ഫർ എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്. അച്ചായൻ പാലായി പോയിരുന്ന് ജോലി ചെയ്യാനുള്ള തയ്യാറായിക്കോ. MLA എടുത്ത് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പം 10,000 രൂപ തന്നുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. എല്ലാം ഓക്കെയാണ്. കർത്താവ് സുരേന്ദ്ര മുതലാളി, ഇപ്പം രക്ഷപ്പെടാൻ എന്താണ് ഒരു വഴി? വഴിയുണ്ട്. മുതലാളിയെക്കുറിച്ച് ഞാനിപ്പം അങ്ങോട്ട് ആലോചിച്ചതേ ഉള്ളൂ. ഞാനും നിന്നെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, എന്നെക്കുറിച്ച് എന്തോന്ന് ആലോചിക്കാൻ? എൻ്റെ ആ പലിശയും കമ്മി. പലിശ ഞാൻ മുതലോ ഇല്ല, പലിശയെങ്കിലും എന്താ? പലിശ ഞാൻ എത്തിച്ച് തരാം മുതലാളി. ഞാനേ മുതലാളിയെ കുറിച്ച് ആലോചിച്ച വേറൊരു കാര്യമാണ്. എന്താ? മുതലാളിയുടെ ആ പാറക്കോറ് സ്റ്റേ ആയിട്ട് കിടക്കുകയല്ലേ, അത് സ്റ്റേ നീക്കണ്ടേ? ഞാൻ MLA കണ്ട് എല്ലാം സംസാരിച്ച് ക്ലിയർ ആക്കിയിട്ടുണ്ട്. നോക്കിയാൽ ഒരാഴ്ചക്കകത്ത് ആ സ്റ്റേ മാറ്റും. സംശയമുണ്ട്? നേരോ? സംശയമുണ്ട് മുതലാളിക്ക്. എന്നെ സംശയമുണ്ട്. എന്നാലേ നാളെ ഈ പള്ളിക്കുടത്തിന്റെ ഒരു തറക്കല്ലിടയിൽ പരിപാടിക്ക് MLA വരുന്നുണ്ട്. അത് കഴിഞ്ഞ് കാപ്പി കൂടി എൻ്റെ വീട്ടിലാണ്. MLA അവിടെ കാണും. മുതലാളിയും കൂടെ അങ്ങോട്ട് വന്നാൽ നമുക്ക് ഒന്നുകൂടെ നേരിട്ട് സംസാരിക്കാം. സംസാരിച്ച് ഒന്നുകൂടെ ക്ലിയർ ആക്കാം. അപ്പോൾ മുതലാളിക്ക് വിശ്വാസമാകുമല്ലോ. അന്നേരമാവും. പിന്നെ ഈ MLA വരുമെന്ന് പറഞ്ഞപ്പോൾ MLA എന്നോട് പറയുന്നത്, നിങ്ങളുടെ ഈ ഇവിടെ അടുത്തെവിടെയോ നല്ല അണ്ടിപ്പരിപ്പ് കിട്ടുമല്ലോ, അത് കിട്ടുമെങ്കിൽ ഒരു 3-4 കിലോ മേടിച്ച് തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ പിന്നെ അതാ ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ അന്വേഷിച്ചപ്പം ഭയങ്കര വിലയാന്നേ. ഇനിയിപ്പോൾ MLA അടുത്ത് പറഞ്ഞു പോയി എന്ത് ചെയ്യുമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയായിരുന്നേ. അപ്പം ഞാൻ കണ്ടിട്ടുണ്ട് മുതലാളി പലപ്പോഴും അണ്ടിപ്പരിപ്പ് കഴിക്കുന്നതേ. ഈ സൈസ് ഫസ്റ്റ് ക്വാളിറ്റി അണ്ടിപ്പരിപ്പ് അല്ല, ഇതിപ്പോൾ ഞാൻ പാലും ചേർത്ത് കഴിക്കുന്നത്. നല്ല അണ്ടിപ്പരിപ്പാണ്. MLA ചോദിച്ചാൽ 2-3 കിലോ ആണ്. ഇതിപ്പം അതിനൊരു കാര്യം ചെയ്യും. ആ മാധവന്റെ കടയില്ലേ, മാധവേട്ടന്റെ കട, മാധവേട്ട, ആ കടയിൽ നിന്ന് 1 കിലോ നല്ല ഫസ്റ്റ് ക്വാളിറ്റി ഞാൻ പറഞ്ഞു. മുതലാളി പറഞ്ഞു അതിന് കിട്ടും. ഞാൻ പറഞ്ഞു. ശരി, നാളെ എത്തണം വീട്ടിൽ. നാളെ കാര്യങ്ങൾ നടക്കാൻ ഞാൻ നടത്തി തരും. പിന്നെ ക്ലീറ്റസ് വിചാരിച്ചാൽ നടക്കാത്ത കാര്യമുണ്ടോ? മുതലാളി ധൈര്യമായിട്ടങ്ങ് പോയി ചെന്നാട്ടെ. തിരക്കല്ലേ മുതലാളിക്ക്. പിന്നെ ഒരു സംശയം. മുതലാളി ഇത് എന്തോ സംശയം? വേണ്ട, മാധവന്റെ കിടന്ന് മരിച്ചു കൊടുക്ക. നാളെ മറക്കല്ലേ? ഇല്ല. 10, 20, 30, 40. എടാ നടരാജ, നീ എന്താണ് ആ പോസ്റ്ററിൽ അടിച്ചു വെച്ചേക്കണേ? സഹദേവൻ MLA തറ കല്ലിടുന്നു. എടാ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് കൃത്യമായിട്ടേ ആ തറക്കല്ലിടുന്നു എന്ന് പറഞ്ഞ് അടിച്ച് മാറ്റിക്കേ. ശരി പെട്ടെന്ന് ചെയ്യണം. അമ്മ എവിടെയാടി? അമ്മ കുളിക്കാം. പിന്നെ എനിക്കൊരു 10 രൂപ. നിനക്കെന്തിനിപ്പോ 10 രൂപ? സ്കെയില് വാങ്ങാനാ. നീ ഇപ്പൊ സ്കെയില് വാങ്ങണ്ട. മിനിഞ്ഞാന്ന് റബ്ബർ കട്ട മേടിക്കാനെന്ന് പറഞ്ഞ് 10 രൂപ മേടിച്ചു.
അതിന് 2 ദിവസം മുമ്പ് പെൻസിൽ വാങ്ങാനെന്ന് എത്രയോ മേടിച്ച്. എന്നിട്ട് ഇത് എന്താ പരിപാടി എന്ന് അറിയാമോ? ഇതെല്ലാം കടിച്ച് തിന്നല. ഇങ്ങനെ എഴുതാതിരുത്തിയ കൊച്ചത് കടിക്കല്ലേ? ഞാൻ തരാന്ന് പറഞ്ഞല്ലേ? ആവശ്യമില്ലാത്ത ശീലങ്ങളൊന്നും വേണ്ട. ആ പരിപാടി വേണ്ട കേട്ടോ. സ്കെയില് വേണ്ടേ? അവളുള്ള സ്കെയിൽ വെച്ച് പഠിച്ചാൽ മതി. എൻ്റെ ആളിയനുണ്ടല്ലോ, നല്ല രാശിയുള്ള ഒരുത്തനാ. അല്ല, അവനെ കടികൊണ്ടുണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം എനിക്ക് ഗംഭീര. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ അല്ലല്ലോ പറയാറ്. തമാശക്ക് പറയണല്ലേ. അതെ, നമ്മുടെ MLA സഹദേവൻ സാറില്ലേ, നാളെ കാപ്പി പിടിക്കുന്നത് നമ്മളെ വീട്ടിൽ നിന്നാണ്. അയാളുടെ വീട്ടിൽ കാപ്പി കുടിയൊന്നും ഇല്ലേ? ഒക്കെ ഉണ്ട്. MLA എന്ന് പറഞ്ഞാൽ രാവിലെ ഇറങ്ങുന്ന ആളാണ്. അപ്പൊ നാളെ ഇവിടെ സ്കൂളിന്റെ തറക്കല്ലിടില്ല, അതിന് അദ്ദേഹമാണ് വരുന്നത്. ആ പരിപാടി കഴിഞ്ഞാൽ നേരെ നമ്മളെ വീട്ടിലോട്ട് വരുന്നു. ഇവിടെ നമ്മളെല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് കാപ്പി കുടിക്കുന്നു. ക്ലീറ്റോ ചേട്ടാ മതി. എന്നും ചുമ്മാ ഇവിടെ വന്ന് കള്ളം പറയുന്ന പോലെ ഇനി പറ്റിക്കാന്ന് വിചാരിക്കണ്ട. ക്ലീറ്റോ ചേട്ടന്റെ കൂടെ MLA ഇങ്ങോട്ട് വരും. പാടുന്നു. ഇതാണ് നിങ്ങൾക്കൊന്നും ക്ലീറ്റോ ചേട്ടന് ഒരു വിലയില്ലാത്ത. MLAയും ക്ലീറ്റോ ചേട്ടനായിട്ടുള്ള ഇരിപ്പ് വെച്ച് അറിയാമോ നമുക്ക്? ഞങ്ങൾ ഒരുമിച്ച് പാർട്ടിയിലോട്ട് കാല് വെച്ച ആൾക്കാരാ. പിന്നെ അവരെ ആൾക്കാർ ഗ്രൂപ്പുകാരൊക്കെ കുറച്ച് വൃത്തിയുള്ളവരായതുകൊണ്ട് അയാൾ MLA ആയി. നമ്മളെ ഗ്രൂപ്പിൽ കുറെ കാലുവാരികളാ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയിപ്പോയി. ഞാൻ ആവേണ്ടതാ. ഒന്നല്ല, അയാൾക്ക് നല്ല ബുദ്ധി ഉള്ളതുകൊണ്ട് അയാൾ MLA ആയി. ഇവിടെ ഒരാൾക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കറങ്ങി നടക്കാം. അങ്ങനെയൊന്നുമല്ല, ബുദ്ധിയൊക്കെ ഉണ്ട്. പിന്നെ ഞാനത് ഇങ്ങനെ അങ്ങ് പോട്ടെ. അപ്പൊ എന്തായാലും നമുക്ക് നാളെ ഇവിടെ കാപ്പി കൊടുക്കാൻ വേണ്ട തയ്യാറെടുപ്പുകളൊക്കെ ചെയ്യണം. സീരിയസ് ആയിട്ട് പറയാണോ? പിന്നെ എന്താണ്, തമാശയാണോ? ഏട്ടൻ സമ്മതിച്ചോ ഇവിടെ വരുന്നോളാൻ? അല്ല, അളിയൻ സമ്മതിക്കും. അളിയൻ വരട്ടെ, ഞാൻ അളിയനോട് ഇവിടെ പറയണം. അപ്പോൾ ഇവിടെ കുറച്ച് വൃത്തിയാക്കിക്കോണം. ഈ ടേബിൾ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഇടണം കേട്ടോ. ഒന്ന് തൂത്തുവാരിയെ കിട്ടേക്കണേ. ശരിക്കും വരും? എന്റെ പൊന്നു മോളെ, പിന്നെ എന്താണ് ഇത് തമാശയാന്ന് വിചാരിച്ചേ? അയ്യോ, അപ്പൊ എന്താ ഫുഡൊക്കെ ഉണ്ടാക്കണ്ടേ? ഫുഡ് നമുക്ക് വെജും നോൺ വെജും ആയിട്ട് 2 സെക്ഷൻ വേണം എന്തായാലും. അളിയൻ വന്നല്ലോ. എന്താണ് എന്താ നേരത്തെ മണി 5:30 ക്ലീറ്റസ്. അതിന് പിന്നെ സ്നേഹ സമയമൊന്നും ഇല്ലല്ലോ. എല്ലാ പാർട്ടിക്ക് വേണ്ടി അങ്ങ് മുഴുവൻ സമയം ഒഴിഞ്ഞു വെച്ചിരിക്കല്ലേ. അല്ല, ഇനിയിപ്പം നാളത്തോളം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഓഫീസിൽ പോയില്ലേലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അയ്യോ, അതെന്താണാവോ? ഏട്ടാ, നാളെ MLA വരാന്ന് ഇങ്ങോട്ട്. MLA സ്കൂളിൽ വന്നിട്ട് തറക്കല്ലിടാൻ. അതല്ല, നമ്മുടെ വീട്ടിലേക്ക് വരാന്ന്. എവിടേക്ക്? ഇവിടേക്കാ? ആര് പറഞ്ഞു? ക്ലീറ്റോ ചേട്ടൻ പറഞ്ഞു. ഇവന്റെ വാക്ക് കേട്ട പഞ്ചായത്ത് പ്രസിഡന്റ് പോലും വരൂലല്ലോ ഇവിടേക്ക്. പിന്നെയാണ് MLA. അളിയോ, അങ്ങനെ അങ്ങോട്ട് കൊച്ചാക്കല്ലേ. നാളെ ഇവിടെ MLA വരുമ്പോ ഞെട്ടരുത് കേട്ടാ. എന്തിനാണ് ഇവിടെ വന്ന? അതെ, തറക്കല്ലിടിയിൽ കഴിഞ്ഞിട്ട് കാപ്പി കുടിക്കാൻ ഇവിടെ ആക്കാന്ന്. ഞാനല്ല, MLA എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു. ക്ലീറ്റോ, കുറേ നാളായിട്ട് ക്ലീറ്റോ പറയുന്നുണ്ടല്ലോ നമുക്ക് ഒന്ന് ഒത്തുകൂടണമെന്ന്. അപ്പോൾ ബുദ്ധിമുട്ടുണ്ടോ ഞാൻ കാപ്പി കുടിക്കാൻ വന്നായിരുന്നു? ഞാൻ പറഞ്ഞു, എന്ത് ബുദ്ധിമുട്ട് നമുക്ക്? ഞാൻ പറഞ്ഞു, സന്തോഷമേ ഉള്ളൂ, നമുക്ക് ഇവിടെ തന്നെ കാപ്പി ആക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. MLA ഒക്കെ വന്നോട്ടെ, പക്ഷെ ഇവിടെ കാപ്പി കുടിയില്ല. കാപ്പി കുടി അവിടെ ആക്കിക്കോ. ക്ലീറ്റോ ചേട്ടൻ ഇവിടെ ചെയ്യാന്നാ പറഞ്ഞേ. ഇവിടെ വേണ്ട. ഇവിടെ നിന്റെ രാഷ്ട്രീയ പരിപാടികളൊന്നും എന്റെ വീട്ടിനകത്തേക്ക് വേണ്ട. അളിയാ, നമ്മുടെ അവിടെ സൗകര്യക്കുറവായതുകൊണ്ടാണ് ഞാനത് അങ്ങനെ പറഞ്ഞത്. എടേ, നീ താമസിക്കുന്നത് നിന്റെ വീട്ടിലല്ലേ? അല്ലേ? MLAക്ക് ഭക്ഷണം കൊടുക്കേണ്ടത് നീ അവിടെ അല്ലേ? അല്ലളിയാ, അല്ലല്ലേ? എന്താ സംഭവം എന്ന് പറയാൻ നിനക്ക്? ഇവിടെ MLAക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കണേ കൊണ്ട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ MLAയുടെ പിന്നാലെ ബാലെന്ന് പറയുന്ന ഒരു 10-15 പേര് വരും. ഒരു പ്രയോജനം ഇല്ലാത്ത. അങ്ങനെയൊന്നും ആരും വരില്ല. ആര് പറഞ്ഞു? ഇല്ലളിയാ, വരില്ല. അതെ, വേറെ കാര്യമുണ്ട്. ഈ MLA വന്നു കഴിഞ്ഞാൽ നമുക്കൊക്കെ തന്നെയാണ് ഗുണം. ഒരു ആളിന്റെ വീട്ടിൽ MLA വന്നു പോയി എന്ന് പറഞ്ഞാൽ ഇല്ലേ, പുറത്തിറങ്ങും. നീ പറയണ നേരാണോ? പിന്നെ ഞാൻ തമാശ പറയോ വാസിലെ? വരുവോ? പിന്നെ വരാതെ വന്നാലും അതിൽ ഈ പരിപാടി വേണ്ട. വേണ്ട വേണ്ട. നിങ്ങൾ വന്നേ. എന്ത് വരണേ? വന്നേ പറയട്ടെ. അവൻ പറയണ എന്ത് കാര്യം? എടാ, ഒരു MLA നമ്മുടെ വീട്ടിൽ വരുന്നത് നമുക്ക് നല്ലതല്ലേ? എടാ കനക, ഈ MLA നമ്മുടെ വകുപ്പ് മന്ത്രിയായിട്ട് ഏറ്റവും അടുപ്പമുള്ള ആളാണ്. പുള്ളി ഇവിടെ വരുമ്പോൾ നമുക്കൊന്ന് പരിചയപ്പെട്ടിട്ട് നമ്മുടെ പ്രൊമോഷൻ്റെ കാര്യം പറഞ്ഞൂടെ? അതുമല്ല, നമ്മുടെ നാട്ടിലൊരു MLA വരുമ്പോൾ നമ്മുടെ വീട്ടിൽ കയറി ഭക്ഷണം കഴിച്ചെന്ന് പറഞ്ഞാൽ 4 ആൾ അറിഞ്ഞാൽ ഒരു മാനമുള്ള കാര്യമല്ലേ അത്? നീ എന്തിനാ ഇത്ര ചെലവ്? എന്ത് പോഴനാണെങ്കിലും സമ്മതിച്ചേരി വരട്ടേന്ന്. അതെ അളിയാ, നിങ്ങൾക്ക് പറ്റൂലെങ്കിൽ ഞാൻ വേറെ അറേഞ്ച് ചെയ്യാൻ പാർട്ടിക്കാരോട് പറയാം. വേണ്ട, ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കുക. നീയിപ്പോ MLAക്ക് ഇവിടെ ഭക്ഷണം കൊടുക്കാന്ന് MLAയോട് വാക്ക് കൊടുത്തോ? വാക്ക് കൊടുത്തെന്ന് വെച്ചാൽ എന്നോട് ഇങ്ങോട്ട് ചോദിക്കുകയാണ്, ക്ലീറ്റോ ബുദ്ധിമുട്ടുണ്ടോന്ന് വെച്ചാൽ ഞാൻ എങ്ങനെ പറയും? ഞാൻ പറ്റില്ലെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റില്ല. എനിക്കിങ്ങനെ ഒന്ന് ചോദിക്കുക പറയാൻ എന്തെങ്കിലും ചെയ്യണ്ടേ? അല്ലാണ്ട് വാക്ക് കൊടുത്ത് വന്നു കഴിഞ്ഞു ഇനിയിപ്പോ അവിടെ പറ്റില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ വാക്കിന് വല്ല വിലയുണ്ടോ? അതേ, ശരിയാണ്. ഒരു കാര്യം ചെയ്യും, നമുക്ക് ഇവിടെ തന്നെ ആക്കാം. സഹോദരൻ
കേട്ടാ പിന്നെന്താ ഇല്ലെങ്കിൽ നമ്മുടെ തറവാടിന്റെ പേരും പോകും, നിന്റെ പേരും പോകും. അതെ ഏറ്റവനെ ഏറ്റല്ലേ വരട്ടെ. അറിയാ MLA വന്ന് കഴിയട്ടെ, നിങ്ങളുടെയൊക്കെ കാര്യം നമുക്ക് സംസാരിക്കണ്ടേ. ഞങ്ങളുടെ കാര്യം നീ നോക്കണ്ട, നീ അയാളെ വൃത്തിയായിട്ട് പറഞ്ഞു വിടാനുള്ള കാര്യം നോക്കി. അതെ അറിയാം, മോശമായിട്ടൊന്നും പെരുമാറികളല്ലേ MLA അടുത്തൊക്കെ നമ്മളങ്ങനെ പെരുമാറും. നിന്റെ വർത്താനം കേട്ട് നോക്കുന്നുണ്ട്. എന്തായാലും വരല്ലേ, ഉച്ചയ്ക്ക് ഊണും കൂടി കൊടുത്തിട്ട് വിടാം. ഇതിപ്പോ ഞാൻ നിന്നോട് അങ്ങോട്ട് പറയായിരുന്നതാ. അതിപ്പോ എന്താണെന്നറിയാമോ, ഈ MLA ആയതുകൊണ്ട് ചിലപ്പോൾ കറക്റ്റ് സമയത്തിനൊന്നും പരിപാടികൾ നടന്നോളുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് കറക്റ്റ് സമയത്തിന് എത്തിയില്ലെങ്കിലോ നമുക്ക് ഉച്ചയ്ക്കുള്ള ഭക്ഷണം കൂടി കൊടുക്കാം. പായസം എന്തായാലും വെക്കണം. എല്ലാ പായസവും വയ്ക്കാം. ഭർത്താവിനാണ് ഞാൻ ഒരു സത്യം പറയട്ടെ, എന്റെ ആളിയുടെ മനസ്സെന്ന് പറയുന്നത് ഒന്നാ. ഞാനിത് എങ്ങനെ അങ്ങോട്ട് പറയുന്നത് ആലോചിക്കായിരുന്നു. MLA ഇന്നലെ എന്നോട് പറഞ്ഞെന്താ അറിയാമോ, എനിക്ക് വേറെ ഒരു പരിപാടിയും ഇല്ല, കുറച്ച് സമയം കൂടുതൽ വേണമെങ്കിലും ഇവിടെ ചെലവഴിക്കാന്ന്. നമുക്ക് സദ്യ കൊടുത്തു തന്നെ പിന്നെ സദ്യ കൊടുത്തു. അല്ല അവരവിടെ സംസാരിക്കുന്നത് എന്തോന്നു? അതോ, അത് നാളെ സദ്യ പായസം എന്തൊക്കെയോ വയ്ക്കുന്നു. അപ്പൊ പായസം ഏതാണെന്ന് പറയല്ലോ. എന്തമ്മേ? ഒന്നുമില്ല. ഏട്ടാ കുറച്ച് സാധനം വാങ്ങണോ അപ്പൊ? അപ്പൊ എന്തൊക്കെ സാധനങ്ങൾ വേണ്ട ചാളിയം പറഞ്ഞു തരും, എല്ലാം ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. പിന്നെ കുറച്ച് കൂടുതൽ മേടിച്ചോണേ. നന്നായിട്ട് നോക്കാം. പിന്നെ വേറൊരു കാര്യം, MLAക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കാന്ന് ഏറ്റിട്ടുള്ളൂ, അല്ലാതെ അതിന്റെ പിന്നാലെ വരുന്ന ഈ അണികൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഞാൻ ഏൽക്കില്ല. ഇല്ല, ഒരൊറ്റ തിണ്ടികൾ ഇതിനകത്തോട്ട് കടക്കാതിരിക്കാൻ അജാന ബാഹുക്കളായ ഒരു 5 പേരെ ഞാൻ അവിടെ കാവൽ നിർത്തുന്നുണ്ട്. പോരെ, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല എന്നാണ് ഈ പറഞ്ഞത്. അല്ല, അവർക്ക് കൊടുക്കണ്ട, അവർക്ക് ചായയും ബിസ്ക്കറ്റും മാത്രം കൊടുത്താൽ മതി. എന്തിനാ ബിസ്ക്കറ്റ്? ചായ മാത്രം മതി. ചായ മാത്രം അത് മതി. മതി. നാളെ എൻ്റെ പിറന്നാളിൻ്റെ സദ്യ ഉണ്ടാക്കലും പായസം ഉണ്ടാക്കലും വല്ല ഏർപ്പാടിരിക്കുക അവര്. അല്ല അവരെന്നെ അറിയിച്ചില്ല, ഞാനും അറിയാത്ത ഭാവത്തിൽ തന്നെ ഇരുന്നു. അല്ല എനിക്കൊരു സർപ്രൈസ് ഉണ്ടാക്കാനായിട്ടാണല്ലോ അവരെങ്ങനെ ചെയ്യുന്നത്. അതങ്ങനെ തന്നെ ആയിക്കോട്ടെ, ഞാനും പറഞ്ഞ പാവം കാണിക്കത്തില്ല. Versus Alien.